അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഫിലിപ്പിയർ 1:12 ഫിലിപ്പിയർ 1:12 സഹോദരങ്ങളെ, എനിക്ക് സംഭവിച്ചതെല്ലാം ദാറ്റ്സ് പോയിന്റ് വന്നേടോ. സഹോദരങ്ങളെ ഏറ്റു പറഞ്ഞേ, സഹോദരങ്ങളെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാ വർത്തമാനാണ് എനിക്ക്. അതായത് അങ്ങക്ക് സംഭവിച്ച ജയില്, വിലങ്ങ്, അത് നിങ്ങൾ അറിയേണ്ട എങ്ങനെയാണെന്നറിയാവോ? എൻ്റെ കയ്യിരിപ്പ് കൊണ്ട് സംഭവിച്ചതല്ല, എൻ്റെ എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചതല്ല, എൻ്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതല്ല, എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് സംഭവിച്ചതല്ല. മറിച്ച് എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് നിങ്ങളറിയണം. നിങ്ങളെന്താ അറിയാം, ലോകം എന്താ അറിഞ്ഞോട്ടെ, ദാറ്റ് ഡസൻറ്റ് മേക്ക് എനിത്തിങ്. അത് കഥയില്ല. ലോകം എന്തറിഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണെന്നറിയാവോ? അത് ഇങ്ങനെയാണ്. സഹോദരങ്ങളെ, എനിക്ക് സംഭവിച്ചത് സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒരു വിശ്വാസിയുടെയൊക്കെ ഒരു ഏറ്റവും വലിയ അഭിമാനം. നമുക്ക് എന്തെങ്കിലും ഇടവ് സംഭവിച്ചാൽ, രോഗം വന്നാലും അതെന്താണ്? സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായെന്നാണ് വിശ്വാസികൾ അറിയേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് എന്നാ സംഭവിച്ചാലും അതെല്ലാം നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, സുവിശേഷത്തിന്റെ സാക്ഷ്യത്തിന് വേണ്ടി ആയി മനസ്സിലാക്കുവാൻ കർത്താവേ എനിക്ക് കഴിയണമേ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഫിലിപ്പിയർ 3:8 ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. ഇപ്പം നമുക്ക് വരുന്ന നഷ്ടങ്ങൾ, കൊറോണ കാലത്ത് എന്തുമാത്രം നഷ്ടങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മളതിനൊക്കെ ഓർത്തൊരു നിരാശപ്പെടുകയാണ് മനുഷ്യർ. ഓരോ കാര്യങ്ങൾ ഇപ്പം ജോലിക്ക് പോകുന്ന, ജോലി ഇല്ലാത്ത കാലങ്ങൾ വന്നില്ലേ നമ്മൾക്ക്? ഇപ്പോഴും ജോലി കിട്ടാത്തവരില്ലേ പലതരത്തിൽ? അയ്യോ, ഈ ജോലിക്ക് 6 മാസത്തെ ശമ്പളം പോയല്ലോ, ആ കാശുണ്ടാച്ചെങ്കിൽ നമുക്ക് പശുവിനെ വാങ്ങിക്കാമായിരുന്നു, വണ്ടി വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ വീട്ടിലിരിക്കണത്. ഇങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞ് വേദനിച്ച് മനുഷ്യനിങ്ങനെ തമ്മിൽ പഴിച്ചും ശപിച്ചും ഒക്കെ അങ്ങനെ ഇരിക്കുക. വിശ്വാസിക്ക് ഇതൊന്നും ഭൂഷണമല്ല. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം 3:8 ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അതായത് ക്രിസ്തുവിനെ മുൻനിർത്തിയാണ് നഷ്ടം വിലയിരുത്തേണ്ടത്.
മനസ്സിലായില്ലേ? നമ്മുടെ ആരോഗ്യത്തെ വിലയിരുത്തിയല്ല. എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ കാനഡയിൽ പോകേണ്ടതാണ്. അവിടെ ഭയങ്കര -20 പക്ഷേ ആരോഗ്യമില്ല. എനിക്ക് ചെസ്റ്റ് പെയിനൊക്കെ ഉണ്ട്, എനിക്ക് റെസ്പിറേറ്ററി വിഷയങ്ങളുണ്ട്, ശ്വാസകോശ രോഗങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് വിദേശത്ത് പോകാൻ പറ്റാതിരുന്നത്. നമ്മുടെ ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നഷ്ടം വിലയിരുത്തുന്നത്. അങ്ങനെയല്ല, ക്രിസ്തു ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, അതായത് ഇവ മാത്രമല്ല എൻ്റെ ഫിലിപ്പിയർ 3:8 ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവ്വവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അപ്പം ക്രിസ്തുവിനെ പ്രതിയാണ്. അപ്പം എനിക്കൊരു നഷ്ടം വന്നു. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞ പോലെ ശ്വാസകോശ രോഗം കൊണ്ടാണ് നിങ്ങൾക്ക് മഞ്ഞുള്ള നാട്ടിൽ പോകാൻ പറ്റാതെ വന്നത്. പക്ഷേ അത് കർത്താവിൻ്റെ നാമത്തിലാക്കി കളയണം. ആ കുരിശാണത്. അത് കർത്താവിൻ്റെ നാമത്തിൽ, കർത്താവെ എൻ്റെ ശാരീരികമായ അവസ്ഥ കാരണമാണ് എനിക്ക് ഇത്രയും സാമ്പത്തിക നഷ്ടം വന്നിരിക്കുന്നത്, ഞാനത് വിശ്വാസത്താൽ നിൻ്റെ നാമത്തിൽ കാഴ്ചവെക്കുന്നു. അപ്പോൾ ക്രിസ്തു എന്ന് പറയുന്ന നിത്യത വരെ നിലനിൽക്കുന്ന സമ്പത്ത് നമ്മൾ നേടുകയാണ് ചെയ്യണത്. എന്തുകൊണ്ടാണ്? ഞങ്ങളുടെയൊക്കെ കുഞ്ഞുനാളിലൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ പാലുമിഠായിക്കാരൻ പൊതുവഴി കൂടി പോകും. അപ്പോൾ അവനിങ്ങനെ ചൂളം വിളിക്കുമ്പോൾ പിള്ളേരെല്ലാം കൂടും. പിള്ളേരെല്ലാം ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടനെ അലൂമിനിയ കലത്തിൻ്റെ വക്ക്, പണ്ട് അലൂമിനിയ കലയല്ലേ ഉപയോഗിക്കണേ, അപ്പം അലൂമിനിയ കലത്തിൻ്റെ വക്കെല്ലാം കീറി എടുത്തിട്ട്, പൊട്ടിയ വക്കുണ്ടാവും, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ അത് കീറിയും എടുക്കും, അമ്മയെ കാണാതെ കീറി എടുത്തിട്ട് ഓടിപ്പോയി ഈ വക്ക് കൊടുത്ത് പാലുമിഠായി മേടിക്കും. ഇതിപ്പോൾ പാലുമിഠായി മാത്രമല്ല ഈ പറയണത്, നിത്യജീവിതം വരെയുള്ള ദൈവകൃപ ലഭിക്കുന്നത് അവനെ പ്രതി സംഭവം നഷ്ടമാക്കുമ്പോഴാണ്. ഇത് ഞാനിത് ധ്യാനിക്കുകയായിരുന്നു ഈ ദിവസങ്ങളല്ല. എന്താണെന്നറിയാവോ, ഇത് ജയിലിൽ കിടന്ന് എഴുതിയതാണ്. ഇപ്പം വീട്ടു തടങ്കലല്ലേ മനുഷ്യരെല്ലാം വീട്ടു തടങ്കലിലാണല്ലോ. ഓരോ ദിവസം ചെല്ലും തോറും ഇപ്പം സർക്കാർ വരെ മനുഷ്യൻ്റെ അശ്രദ്ധ കാരണമാണ് ഇത് പടരുതെന്ന് പറയുകയാണ്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഫോൺ എടുത്താൽ തന്നെ പുറത്തിറങ്ങരുത് എന്നാണ് പറയണത്. അവർ പറയണത് ആവശ്യകാര്യത്തിനേ പുറത്തിറങ്ങാവൂ. പക്ഷേ എനിക്ക് പറയാനുള്ളത് അത്യാവശ്യകാര്യത്തിനെ പുറത്തിറങ്ങാവൂ എന്നാണ്. അത്യാവശ്യ കാര്യത്തിന് കാര്യം 1000-1200 പേര് വെച്ച് എല്ലാ ദിവസവും ഇതുപോലെ ക്വാറൻറ്റൈനായി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴേ നിരാശ, അല്ലെങ്കിൽ മഴ പെയ്യുന്നു, ഇപ്പോൾ 2 പ്രാവശ്യം ഇനി മഴ പെയ്താൽ നമ്മൾ പ്രളയത്തിലാവും. 2 ദിവസം അതായത് മുടങ്ങാതെ മഴ പെയ്താൽ പ്രളയത്തിലാവും. ഇത് പൊതുജന സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പ്രളയമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അപ്പോൾ ആർക്കും നമുക്ക് സർക്കാരിനെ കുറ്റപ്പെടുത്താം. ഇപ്പോൾ എന്തെങ്കിലും വന്നാലും ഉടനെ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി മാപ്പസാക്ഷിയായിട്ട് എപ്പോഴും സർക്കാരുണ്ട്. ജനാധിപത്യ സംവിധാനത്തിൽ സർക്കാർ എപ്പോഴും മനുഷ്യൻ്റെ എല്ലാ ദുരന്തങ്ങൾക്കും മാപ്പസാക്ഷിയാകാറുണ്ട്. അങ്ങനെ മാപ്പസാക്ഷിയാകേണ്ട കാര്യമില്ല. കാര്യം പൊതുജനങ്ങളാണ്. നമ്മൾ നോക്കിയാൽ മതി, 25 കൊല്ലത്തിനുള്ളിൽ ഉള്ള നടവഴികളെല്ലാം റോഡാക്കി, എല്ലാ വെള്ളം ഒഴുക്ക് നീർത്തടങ്ങളെല്ലാം മൂടി, എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ്. ഞാൻ ചില വീടൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ദൈവം ഇവിടുത്തെ ഓടായിരുന്നില്ല പണ്ടെന്ന് ആണ് ആ തോട്ടിക്കൊണ്ട് നികർത്തി വീട് വെച്ചിരിക്കുക. പൊതു സ്ഥലങ്ങൾ കൈയേറിയിട്ടുണ്ട്. പഞ്ചായത്ത് തോടുകൾ വരെ കൈയേറിയിട്ടുണ്ട് ആൾക്കാർ സ്വന്തമാക്കാൻ വേണ്ടി. അതിൻ്റെ ക്ഷണിച്ചു വരുത്തിയൊരു പ്രളയമാണ്. ഇനി ഇതിനെ പരിതപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. മര്യാദക്ക് പഴയ നീർത്തടങ്ങളെല്ലാം 2 റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിന് കടുത്ത നിയമങ്ങളോട് കൂടി വന്നിട്ട് പണ്ട് നീരൊഴുക്കുണ്ടായിരുന്ന എല്ലാ സ്ഥലങ്ങളും തുറക്കേണ്ടി വരും. വലിയ, അതായത് ഒരു 10,000 ലിറ്ററൊക്കെ ഒരു സെക്കൻഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോട്ടിൽ അവർ റോഡിട്ടപ്പോഴും ചുമ്മാ ഒരു കുഴൽ വെച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ 8 ലിറ്റർ ഒഴുകും. അതെല്ലാം പൊടിച്ച് ദൂരെ കളയേണ്ടി വരും. നമ്മളത് ക്ഷണിച്ച് വരുത്തിയ ദുരന്തമാണിത്.
അതുകൊണ്ടാണ് പല ആൾക്കാരും തുരുത്തിൽ നിന്ന് ഇവിടുന്ന് ചില ആൾക്കാർ വീട് വരെ മാറി താമസിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മാറി താമസിക്കുന്ന എല്ലാ കൊല്ലവും ഇങ്ങനെ പ്രളയത്തിന് ദുരിതാശ്വാസ ക്യാമ്പും അതുപോലെ തന്നെ മാറി താമസമുള്ള കലാപരിപാടികളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം എവിടെയെല്ലാമാണ് വെള്ളമൊഴുക്ക് തടഞ്ഞിരിക്കുന്നത് അതിന് ഗവൺമെൻറ് രേഖകൾ കയ്യിലുണ്ട് അവർക്ക്. വില്ലേജ് ഓഫീസിൽ നിന്ന് നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൊരു സ്ഥലം ഇത് പാടം നികത്തിയത് അറിയണമെങ്കിൽ നമ്മൾ ലാൻഡ് ബാങ്കിൽ പോകുന്നുണ്ടല്ലോ. ഇതുപോലെ ഗവൺമെൻറ് അറിയാം എവിടെയൊക്കെയാണ്. അപ്പോൾ അതെല്ലാം സുപ്രീം കോടതി വിധി വന്നാലും കുഴപ്പമില്ല, പൊളിച്ച് മാറ്റിയിട്ട് പഴയതുപോലെ മരടിൻ്റെ ഫ്ലാറ്റ് പൊളിച്ച് കളഞ്ഞില്ലേ, അതുപോലെയുള്ള ഒരു അടിയന്തരമായ നടപടി കേരളത്തിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രളയം നമ്മളെയും ഈ രാജ്യം കൊണ്ടുപോയി കളയും. അപ്പോൾ ഒരു കാര്യം, അതായത് ഒരു ഉത്തരവാദിത്തമുള്ള തീരുമാനം. ഇരുട്ടുകൊണ്ട് ഓട്ടോടിക്കുന്നതും ഇടയ്ക്കുള്ള ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ 2 മാസം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോകുന്ന പരിപാടികളെക്കാൾ ഉപരി ശാശ്വതമായൊരു പരിഹാരം നിർമ്മാണ തടസ്സം മേലിലും അതുപോലെ തന്നെ ഉന്നത നീതിന്യായ പീഠത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകാൻ വേണ്ടി നിയമനിർമ്മാണങ്ങൾ നടക്കുവാനും നിയമം എക്സിക്യൂട്ട് ചെയ്യാനുള്ള നടപ്പിൽ സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി നൽകണമേ. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഒരുമിച്ച് പാടാം. ശ്രുതികട. ഹല്ലേലൂയ. ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥാ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്താ നിത്യപിതാവേ, നിത്യപിതാവേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പുണ്യഭൂമിയിൽ ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. എന്നെ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ കാലുമ്മേ ഞാൻ എടുത്ത ഡേറ്റ് 8/7/2022 ഇന്ന് വരെ എൻ്റെ ഉടമ്പടി മുടക്കാതെ ഞാൻ തുടർന്ന് പോകുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോയും അമ്മയും എനിക്ക് ചെയ്തു തന്നു. എൻ്റെ പേര് ജോയ്സി ജോസ്. ഇരിഞ്ഞാലക്കുട രൂപത ആനന്ദപുരം ചെറുപുഷ്പം ദേവാലയ ഇടവാംഗമാണ്. എൻ്റെ കാലുമേ പൊട്ടി ഇങ്ങനെ ചൊറിഞ്ഞ് ഒരു 4 വർഷമായിട്ട് വല്ലാത്തൊരു വേദനയായിരുന്നു. എല്ലാവരും എൻ്റെ കാല് കാണുമ്പോൾ പേടിക്കാറുണ്ട്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എൻ്റെ കാലുമത്തെ ഇതൊന്ന് മാറ്റി തരണേ എന്ന് ഉടമ്പടിയിൽ വെച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഈ പ്രാവശ്യം അഖണ്ഡ ജപമാലയ്ക്ക് 2025 ഈ കഴിഞ്ഞ ഒക്ടോബർ 20 ഉടമ്പടി ജപമാല റാലിയിൽ ഞാൻ വന്ന് പങ്കെടുത്തു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഞാൻ 55 പേരെ അറേഞ്ച് ചെയ്ത് ബസ്സിൽ ഞങ്ങൾ വന്നിരുന്നു. താഴത്ത് കിടന്നാണ് ഞാൻ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുത്തത്. പക്ഷെ എൻ്റെ കാല് പൂർണ്ണമായിട്ട് മാറി സുഖപ്പെട്ടു. കോടാനുകൂടി നന്ദി പറയുന്നു ഈശോയ്ക്കും മാതാവിനോടും. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, ഞാൻ പുതുക്കി പോയപ്പോൾ പത്രം കൊണ്ട് വിതരണം ചെയ്യാൻ പോകായിരുന്നു. എല്ലായിടത്തും ഞാൻ പത്രം കൊടുക്കും. റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും പത്രം കൊടുത്ത് വരുമായിരുന്നു ഞാൻ. അതിനിടയ്ക്ക് ബാങ്കിൽ കയറുണ്ടായിരുന്നു. ബാങ്കിൽ കയറി തിരിച്ച് വരി സ്കൂട്ടിമേ വരും വഴി എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടത് ഞാൻ അറിഞ്ഞില്ല. വീടെത്താറായപ്പോഴാണ് എൻ്റെ ബാഗ് നഷ്ടപ്പെട്ട വിവരം ഞാൻ അറിയുന്നത്.
തിരിച്ച് ഞാൻ എൻ്റെ അമ്മേ, ഞാനിപ്പോൾ പത്രം കൊണ്ടു കൊടുത്ത് വന്നതാണല്ലോ അമ്മേ, എൻ്റെ ബാഗ് നഷ്ടമായില്ല, എല്ലാ രേഖകളും ഉണ്ടായിരുന്നു, ഒന്നും എൻ്റെ വീട്ടിൽ ബാക്കിയില്ല, A to Z എല്ലാം. തിരിച്ച് അമ്മേനെ വിളിച്ച് പെട്ടെന്ന്, നമ്മൾ പെണ്ണുങ്ങളാണല്ലോ, വണ്ടി ഓടിപ്പിക്കാൻ അത്ര എനിക്ക് പേടിച്ചിട്ട് പിന്നെ എനിക്ക് ഓടിപ്പിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും എനിക്ക് സാധനങ്ങൾ തിരിച്ച് കിട്ടണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ വേഗം അമ്മേനെ വിളിച്ച് അമ്മേൻ്റെ കൂടെ വരണേ അമ്മയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ വണ്ടിയും കൊണ്ട് തിരിച്ച് വരുമ്പോൾ ഒരു കാറിൽ കൈ കാട്ടി ഒരു പേര് എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പോൾ ഞാൻ എന്തിനാണോ വഴി ചോദിക്കാനാവുന്നുള്ള രീതിയിൽ വേഗം വണ്ടി നിർത്തി എന്തിയെന്ന് ചോദിച്ചു. അവരോട് സംസാരിക്കാൻ പോലും എനിക്ക് അന്നേരം സാധിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ കാണാണ്ട് പോവാണ്. പറഞ്ഞു പേടിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് 2 വൈദികരായിരുന്നു, ഞങ്ങളുടെ ഇടവകയിൽ മുൻപ് ഇരുന്നിരുന്ന വൈദികരാണ്, അവർക്ക് എന്നെ അറിയായിരുന്നു. അപ്പോൾ പറഞ്ഞു ചേച്ചി പേടിക്കണ്ട, ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ അമ്മ മാതാവ് തന്ന അനുഗ്രഹിച്ചു. എപ്പോഴും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉടമ്പടി തൈലം 3 പ്രാവശ്യം, പിതാവിനും പുത്രനും എന്നുള്ള രീതിയാണ് എനിക്ക്. ഞാനത് 3 പ്രാവശ്യം ഉടമ്പടി തൈലം പറ്റിയിട്ടാണ് എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാറ്. എൻ്റെ വണ്ടിയിലും എപ്പോഴും ഉടമ്പടി പത്രം ഉണ്ടാവും. പിന്നെ ഈ ലോക്കറ്റും കൊന്തിയും എപ്പോഴും ഉണ്ടാവും. ഞാൻ സ്വർണ്ണമാല ഒന്നല്ല ഇടാറ്, പക്ഷേ ഇങ്ങനെ ഇട്ടിട്ടാണ് എപ്പോഴും ഞാൻ മാതാവ് എൻ്റെ കൂടെ വേണം എന്നുള്ള രീതിയിലാണ് ഈശോയും. അങ്ങനെ വന്നു, എനിക്ക് ആ ബാഗ് തിരിച്ച് കിട്ടി. ഞാൻ മാതാവിന് കൂടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹോദരിയുടെ മകൾക്ക് ഞാൻ പൈസ കടം കൊടുത്തിരുന്നു. അവർ വീട് പണിക്ക് വേണ്ടിയാണ് കൊടുത്തിരുന്നത്. 10 ലക്ഷം രൂപയാണ് കൊടുത്തത്. തിരിച്ച് നമ്മൾ ചോദിക്കാൻ നിന്നപ്പോൾ അവർക്കത് വിഷമായി. 6 മാസം കഴിഞ്ഞ് 6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ പൈസ തിരിച്ച് ചോദിച്ചത്. അപ്പോൾ അവർക്കത് ചോദിക്കുമ്പോൾ അതവർക്ക് ഭയങ്കര ഫീൽ ചെയ്തിരുന്നു. പക്ഷെ അന്നേരം എൻ്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ച് അവർക്ക് തരാനുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞാൻ അമ്മയുടെ ഉപ്പ് കൊണ്ടുപോയി, നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ, സ്വന്തം ചേച്ചിയുടെ മകളല്ലേ, നമ്മളെന്താ പറയുക. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ്, അമ്മ എനിക്ക് മേടിച്ച് തരണം അമ്മേ, അല്ലാതെ ഞാനിപ്പോൾ എന്താ ചെയ്യുക, നമ്മുടെ മക്കളാണല്ലോ എന്ന് കരുതി ഞാൻ അവരുടെ വീടിൻ്റെ അവിടെ ഉപ്പ് വിതറി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ കാര്യം നോക്ക്, എനിക്ക് അവരോടൊന്നും ഇനി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. കഴിഞ്ഞ ജനുവരിയിൽ എനിക്ക് അവരാ പൈസ 7 ലക്ഷം രൂപ തിരിച്ചു തന്നു. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. കോടാനുകൂടി നന്ദി പറയുന്നു ഈശോയ്ക്ക്, മാതാവിന്. പിന്നെ എന്നോടെല്ലാവരും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, ജോയ്സ് ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി വിവാഹം കഴിക്കാത്തതാണ്. അവർക്ക് കുറച്ച് വഴിയുള്ളൂ, വണ്ടിയൊന്നും പോവില്ല. ആ ചേച്ചിക്ക് ഭയങ്കര വിഷമായിരുന്നു. അപ്പോൾ മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഉടമ്പടി എടുക്കുക ചേച്ചി, കിഡ്നിക്ക് അസുഖമുള്ള ഒരു ചേച്ചിയാണ്. ഇവിടെ വന്ന് ആ ചേച്ചി ഉടമ്പടി എടുത്തു. ആ ചേച്ചിക്ക് വഴിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ. ആ ചേച്ചിക്ക് വഴി കിട്ടി, ബസ് പോകാനുള്ള വഴി കിട്ടി. അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികൾ, ഞാനും എൻ്റെ ജീവിത പങ്കാളിയായിരുന്നു. ആദ്യം ഞങ്ങൾ അനാഥ മന്ദിരിൽ അരി കൊണ്ടു കൊടുക്കാൻ പോയത്. അപ്പോൾ എന്നോട് കൃപാസനത്തിൽ ഞാൻ കുറേ പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ചോദിച്ചു, ചേച്ചി ഞങ്ങളും കൂടി കൊണ്ടുപോകുമോ? അപ്പം ഞാൻ പറഞ്ഞാൽ അതിനെന്തോ കുഴപ്പമില്ല. അപ്പോൾ എല്ലാ അനാഥശാലയിലും, എല്ലാമെന്ന് പറഞ്ഞാൽ മിക്ക അനാഥശാലകളിലും ഞാൻ ഇരിഞ്ഞാലക്കുടയും കൊടകരും ചാലക്കുടിയിലും ഉള്ള എല്ലാ അനാഥശാലകളിലും ഞാൻ എത്തിയിട്ടുണ്ട്. അവിടെ ചോറ് വെച്ച് കൊണ്ടു കൊടുക്കും, രോഗികൾ കുളിപ്പിച്ച് കൊടുക്കും, പിന്നെ അവർക്ക് പൈസ കൊടുക്കും, ഡൈബറാണ് വേണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കും, ലിക്വിഡാണ് വേണ്ടെന്ന് വെച്ചാൽ അത് കൊടുക്കും. എല്ലാം A to Z എല്ലാം എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുന്നുവോ എല്ലാം സഹായിക്കും. പിന്നീട് അവരും കൂടി എൻ്റെ കൂടെ കൂടാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. ചേച്ചി ഞങ്ങളും എന്താ വേണമെന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാ മാസം ഞങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഞങ്ങൾ ചെയ്തു കൊണ്ടുപോരുന്നു. പിന്നെ എൻ്റെ കാരുണ്യപ്രവർത്തി, ഞാൻ വഴിയോരത്ത് ഞാൻ ഭക്ഷണം കൊണ്ടു കൊടുക്കും. വഴിയോരത്തിലിരിക്കുന്ന എല്ലാവർക്കും പൊതിച്ചോറ് കൊണ്ടു കൊടുക്കും, ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും, ഇല്ലാത്തവർക്ക് പൈസ കൊടുക്കും. എന്നിലായ എല്ലാ സഹായങ്ങളും എങ്ങനെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുവോ എല്ലാം ഞാൻ ചെയ്യും. പിന്നെ മുൻകൂട്ടി ഞാൻ തന്നെ പൈസ എടുത്ത് സാധനങ്ങൾ മേടിച്ച് നമ്മളെല്ലാം ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇവരോട് പറയുക, ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഷെയർ ചെയ്ത് എനിക്ക് പൈസ തരും. അപ്പോൾ അങ്ങനെ എല്ലാ കാരുണ്യപ്രവർത്തികളും ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയമായിട്ട് ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം ഞാൻ ബൈബിൾ വായിച്ചിരുന്നു. അത് കൃത്യനിഷ്ഠതയോട് കൂടിയിട്ടല്ല, ഓരോ മണിക്കൂർ 2 ദിവസമൊക്കെ ഇടവിട്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒറ്റ ദിവസം ബൈബിൾ വായന മുടങ്ങിയിട്ടില്ല.
അത് ഇപ്പോൾ 3 പ്രാവശ്യം എൻ്റെ ബൈബിള് വായിച്ചു കഴിഞ്ഞു. ഇപ്പം 4ാമത്തേന് പുതിയ നിയമം വായിച്ചു കഴിഞ്ഞ് പഴയ നിയമത്തിൽ ഇനി 100 പേജും കൂടിയുള്ള വായിക്കാനായിട്ട്. ബൈബിളായാലും കൊന്തയായാലും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയായാലും എല്ലാം എനിക്ക് ഈശോയോടും മാതാവോടും എത്രയും നേരം പ്രാർത്ഥിക്കാൻ പറ്റുന്നുവോ അത്ര നേരം പ്രാർത്ഥിക്കാനുള്ള ആ ഒരു കൃപ എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ എന്നും നന്ദി പറയും. ഈ പ്രതിഷേധന പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നതോട് കൂടിയിട്ട് അമ്മേ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ഇന്നെല്ലാം ഞാൻ നന്ദി പറയണം അമ്മേ. നന്ദി പറയേണ്ട ഞാൻ എനിക്കറിയില്ല. അതുപോലെ തന്നെ പള്ളിയിൽ നമ്മൾ കുർബാനയ്ക്ക് പോകുമ്പോഴും എല്ലാവരും പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ മാത്രം ഇരുന്ന് ഈശോയോടും മാതാവിനോടും എനിക്ക് കിട്ടിയ നന്ദികളും ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പറഞ്ഞിട്ടാണ് ഞാൻ വരിക. അപ്പോൾ എല്ലാവരും ചോദിക്കും ചേച്ചി എന്താ പള്ളിയിൽ നിന്ന് എനിക്ക് വരാത്ത? ഞാൻ അല്ല, എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് നന്ദി പറയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നന്ദി പറഞ്ഞിട്ട് ഇന്ന് വരെ ഈ ഉടമ്പടി എടുത്ത് അന്ന് തുടങ്ങി നന്ദി പറയാണ്ട് എനിക്ക് പള്ളിയകത്തുനിന്ന് എനിക്കാൻ പറ്റില്ല. എനിക്ക് എത്ര സങ്കടം. ഒരു ദിവസം ഞാനിവിടെ വന്നു, എൻ്റെ കാല് ഞാൻ വീണിട്ട് മടങ്ങി എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ് എനിക്ക് വരാണ്ട് സമാധാനമില്ല. ഞാനിവിടെ വന്ന് എനിക്ക് മുട്ടുകുത്താൻ പറ്റാണ്ട് എനിക്ക് സങ്കടമായിപ്പോയി. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടല്ലോ എനിക്ക് ഈ ആൾക്കാരെയിൽ മുട്ടുകുത്താൻ പറ്റാണ്ട് പോണത്. ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അമ്മയുടെ അടുത്ത് കരഞ്ഞു പോയി. ഒന്ന് ഉടമ്പടി എടുത്ത് പോയി എനിക്ക് മാതാവിനെ കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അമ്മൻ്റെ കൂടെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷമായി. മുട്ടുകുത്താൻ പറ്റിയില്ലെങ്കിൽ അമ്മൻ്റെ കൂടെ വന്നല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ എന്ന് വന്നാലും ഇവിടെ ഞാൻ 500 രൂപ നേർച്ചിടും. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക എന്തിന് ചേച്ചി ഇത്രയൊക്കെ ഇടണം? അപ്പോൾ ഞാൻ എനിക്ക് അമ്മ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. പൈസയല്ല, ഇത്രയും രൂപ അമ്മ എനിക്ക് മേടിച്ച് തന്നെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്താ എല്ലാവരോടും ഞാനങ്ങനെ പറയും. 500 ഇടാണ്ട് പോവാണ്ട് എനിക്ക് പോയ സമാധാനമില്ല. ഇങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു. ഇനി എൻ്റെ മരണം വരെ ജോസഫ് അച്ഛനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അച്ഛൻ്റെ ഓരോ ടോക്ക് കേൾക്കുമ്പോഴും നമുക്ക് ആത്മീയതയിൽ വളരാനും അതുപോലെ പ്രവർത്തിക്കാനും ഒരുപാട് കൃപ ലഭിച്ചിട്ടുണ്ട്. ആ അച്ഛൻ്റെ സംസാരത്തിലൂടെ കുറേ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ജോസഫ് അച്ഛനോടും പ്രേക്ഷിതകളോടും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കേണ്ട. വൈദികരോടും സിസ്റ്റേഴ്സിനോടും എല്ലാവർക്കും എൻ്റെ നിത്യമായ പ്രാർത്ഥനയുണ്ട്. അവരോട് എനിക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഞാൻ കൊടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. എൻ്റെ വണ്ടി ഞാൻ 5 പ്രാവശ്യം വീണു. വല്ലാത്തൊരു അതിശയമാണ്. ഒരു പ്രാവശ്യം ഞാൻ പോയി തിണ്ട് ടാറിങ് പണി നടക്കണ്ടായിരുന്നു. തിണ്ട് കണ്ടില്ല, ഞാനിങ്ങനെ മറിഞ്ഞു വീണു. റോട്ടറിക്ഷക്കാരൊക്കെ ഓടി വന്നു. പക്ഷേ എനിക്ക് ഒന്നും പറ്റില്ല. അന്ന് ഈ കാലുമേ വേദനയുണ്ട്, ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വൈകിപ്പോയി. ഈശോയുടെ മാതാവിനോടും ക്ഷമ ചോദിക്കുന്നത് അത് പറയാൻ മറന്നുപോയി. പിന്നെ 2ാം വട്ടം ഒരു ചേച്ചി എൻ്റെ പിന്നിലിരുന്നു. ആദ്യം എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, പിന്നിലിരുത്തി. ആ ചേച്ചിക്കിന് സുഖമില്ലാത്തത് എനിക്കറിയില്ലായിരുന്നു. നമ്മളിങ്ങനെ തിരിച്ച് വന്ന വശം വണ്ടി മറിഞ്ഞു, 2 പേരും വീണു. ആ ചേച്ചിക്കും ഒന്നും പറ്റിയില്ല, എനിക്കും ഒന്നും പറ്റിയില്ല. പിന്നെ 3ാം വട്ടം അതുപോലെ തന്നെ പള്ളിയിലേക്ക് പോയിരുന്നു ഞായറാഴ്ച. അപ്പോൾ 5 മിനിറ്റുള്ളൂ, കുർബാനയ്ക്ക് മുൻപ് എത്തണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ പോയിപ്പോൾ അപ്പുറത്തെ സൈഡിലെ വണ്ടി കിടക്കണം. അപ്പോൾ എൻ്റെ മനസ്സിലില്ല, ആ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. സ്പീഡിൽ പോലും ആ വണ്ടി ഇങ്ങോട്ട് തിരിക്കില്ല. പെട്ടെന്നൊരു ബ്രേക്ക് പിടിച്ചു, ഞാൻ മറിഞ്ഞു വീണു. എന്നിട്ടും എനിക്കൊരു കോറലും ഏൽക്കാതെ മാതാവ് എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം ഞാൻ ഇന്ന് ഉടമ്പടി തലം പറ്റിയിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ എനിക്ക് വിശ്വാസം മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഒരുപാട് പറഞ്ഞാലൊന്നും തീരില്ല. അത്രമാത്രം അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് ചെയ്തു തന്നാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ മരണം വരെ നിത്യതയിൽ ജീവിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ ഈശോയോടും മാതാവോടും എനിക്ക് മുടങ്ങാണ്ട് ഇത് എൻ്റെ മരിക്കണ വരെ എനിക്കിത് കൊണ്ട് നടക്കണമെന്ന് എൻ്റെ മനസ്സിലാഗ്രഹം. കൂടാനുകൂടി നന്ദി പറഞ്ഞ് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കൃപാസനം പ്രസാദകര മാതാവേ, എനിക്ക് വേണ്ടിയും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ. ഞാൻ ആർദ്ര ജോർജ്, മാള തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ 9 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണ് ഫെബ്രുവരിയിൽ എൻ്റെ കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുന്നത്, നിങ്ങളുടെ ഈ ബിസിനസ് യൂണിറ്റ് പൂട്ടുകയാണ്, ജോലി അവസാനിക്കുകയാണ്. അവർ തന്നെ വളരെ സങ്കടത്തോടു കൂടിയാണ് എന്നോടത് വന്ന് പറഞ്ഞത്. ഞാനും വളരെ തകർന്നു പോയി. കാരണം ഞങ്ങൾക്ക് 6 വർഷമായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞുണ്ടായിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് കുഞ്ഞിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് അദ്ദേഹത്തിന് ഫുൾ ടൈം ജോലിയിൽ നിന്ന് പാർട്ട് ടൈം ജോലിയിലേക്ക് മാറിയിരുന്നു. ഞാനായിരുന്നു പ്രൈമറി ബ്രെഡ് വിന്നർ. എന്ത് ചെയ്യുമെന്നറിയാതെ ഞങ്ങൾ സാമ്പത്തികമായും മാനസികമായും പകച്ചുപോയി. അങ്ങനെ ഞങ്ങൾ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു. ഞങ്ങൾ വന്ന്
ഫെബ്രുവരി 18 ഇവിടെ ഉടമ്പടി എടുത്തു. ഞാൻ കറക്റ്റ് ഡേറ്റോടു കൂടി അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ ഇന്നേക്ക് 1 മാസത്തിനുള്ളിൽ എനിക്ക് ഞാൻ ചെയ്ത ഡൊമൈനിൽ തന്നെ അതേ സാലറിയിൽ എൻ്റെ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാതെ, എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോകാതെ എനിക്കൊരു ജോലി വാങ്ങി തരണമേ. എനിക്ക് അത്രയും വിശ്വാസമായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് പറഞ്ഞു, മാതാവേ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കണേ വരുന്നത്. അതേപോലെ ഞാനിവിടെ നിൽക്കുന്നു. ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ മൊബൈലിൽ നോക്കി. എനിക്ക് അപ്പോൾ തന്നെ കുറേ ഇൻ്റർവ്യൂ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാവരെയും വിളിച്ചു. അങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിലും ഞാൻ ചെല്ലും. എനിക്കറിയാമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഉടമ്പടി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെയല്ല. അത് വളരെ കൃത്യനിഷ്ഠമായിട്ട് കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യേണ്ട ഒന്നാണ്. അത് ഞാൻ അതേ വാക്കാൽ ഇവിടെ നിന്ന് പറഞ്ഞ് പഠിച്ച പോലെ എല്ലാം പറഞ്ഞ പോലെ അതേപോലെ ചെയ്തു. കറക്റ്റ് സമയത്ത് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും, ബൈബിൾ വായിക്കാനായിട്ട് അങ്ങനെ ഒരു താല്പര്യം കാണിക്കാത്ത വ്യക്തിയായിരുന്നു ഞാൻ. പ്രാർത്ഥനയുണ്ടായിരുന്നു. പക്ഷേ ബൈബിൾ വായിക്കുമ്പോൾ ഇപ്പോൾ ബൈബിൾ വായന വളരെയധികം കൂടി. ഇത്രയധികം അർത്ഥങ്ങളുണ്ടോ, ഇത്രയും അനുഗ്രഹങ്ങളുണ്ടോ, കർത്താവ് ഇങ്ങനെയാണോ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ കർത്താവ് രക്ഷിക്കും എന്ന് എനിക്ക് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി. അതേപോലെ തന്നെ എനിക്ക് വളരെ നല്ലൊരു ജോലിയായിരുന്നു. ആ ജോലി പോകുമെന്ന് ഒരിക്കലും എൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ നാട്ടുകാരോ ആരും വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. എൻ്റെ ഓഫീസിലുള്ളവർ പോലും വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്തോ ഒരു തെറ്റ് ചെയ്തു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു ആക്ഷനുണ്ട്. അതായത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. ഞാനിങ്ങനെ വിചിന്തനം ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരു കാരുണ്യ പ്രവൃത്തിയും ചെയ്തില്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണമെന്ന്. പക്ഷേ എനിക്കെന്തോ അതൊരു ആക്ഷനിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനു വേണ്ടി സമയം ചെലവഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നീ ചെയ്യേണ്ടതാണ്. കാരണം ദൈവം നിനക്ക് തന്ന അനുഗ്രഹം നീ എല്ലാവർക്കും വേണ്ടി പങ്കുവെക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ ഡയാലിസിസിന് പൈസ കൊടുക്കാനും പള്ളിക്ക് പൈസ കൊടുക്കാനും ഡ്രസ്സുകൾ വിതരണം ചെയ്യാനും എനിക്ക് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാനും, അങ്ങനെ സാമ്പത്തികമായ ഞെരുക്കമാണെങ്കിലും ആ ഒരു ഞെരുക്കം ഞാൻ ഒരിടത്തും കാണിച്ചില്ല. കൈയഴിച്ച് എല്ലാവരെയും സഹായിക്കാൻ തുടങ്ങി. പിന്നെ അതേപോലെ തന്നെ എല്ലാ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഉടമ്പടി കാശുരൂപം എൻ്റെ താലിയോടുകൂടെ ഞാൻ ചേർത്ത് വെച്ചു. എൻ്റെ താലിയുടെ അതേ വിശുദ്ധിയിൽ ഞാൻ ഉടമ്പടി കാശുരൂപം ചേർത്ത് വെച്ചു. എപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ഇൻ്റർവ്യൂവിന് മുന്നേ ഞാൻ ചെല്ലുമായിരുന്നു. അങ്ങനെ 4 ഇൻ്റർവ്യൂ എനിക്ക് സെറ്റായി. പക്ഷേ എല്ലാ ജോലി സെറ്റായത് നോയിഡ, ഡൽഹി അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അങ്ങോട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ. അങ്ങനെ ഏപ്രിൽ 7-ാം തീയതി എനിക്ക് നോയിഡയിൽ ഞാനൊരു ഓഫർ ലെറ്റർ ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ജോയിനിങ് ഡേറ്റ് ആയിരുന്നു. ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു, PG ബുക്ക് ചെയ്തു. പക്ഷേ ഞാൻ ബാഗ് പാക്ക് ചെയ്തില്ല. എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കൊരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. എൻ്റെ കുടുംബം മൊത്തം എൻ്റെ സങ്കടം കണ്ട് എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങൾ കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞിനെ വിട്ട് എനിക്ക് പോകാനാവത്തില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മയ്ക്ക് അറിയാമല്ലോ സ്വന്തം കുഞ്ഞിനെ വിട്ട് പോകുന്ന വിഷമം അമ്മയ്ക്ക് അറിയാമല്ലോ, അതിനെനിക്ക് ഇടയാക്കരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഏപ്രിൽ 7-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യേണ്ട, ഏപ്രിൽ 6-ാം തീയതി എനിക്ക് പോകണം. ഞാൻ ഒരു കമ്പനിയെക്കുറിച്ച് ഡ്രീം ചെയ്തിരുന്നു പണ്ട്, എനിക്കിവിടെ കിട്ടിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ എനിക്ക് ഏപ്രിൽ 2-ാം തീയതി അവിടുന്ന് കോൾ വന്നു. ഏപ്രിൽ 3-ാം തീയതി തന്നെ എനിക്ക് ഇൻ്റർവ്യൂ സെറ്റായി അവിടുത്തെ. ഞാൻ ഓരോ റൗണ്ടിന് മുന്നേയും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥന കൂടെ പിടിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവിടുത്തെ HR തന്നെ എന്നോട് ചോദിച്ചു, 3-ാമത്തെ റൗണ്ടായപ്പം പോരെ, നാളെ പോരെ, ഇനി അടുത്ത റൗണ്ട്, നീ സ്ട്രെസ് എടുത്ത് നീ തളർന്നില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇന്ന് തന്നെ നടത്താം. അങ്ങനെ 4 റൗണ്ടും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. 2 എക്സാം കൂടി ഉണ്ടായിരുന്നു, 2 ടെസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അതും എനിക്ക് ഞാൻ അന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. ഒരു ടെസ്റ്റ് ഞാൻ രാത്രി 12 മണിക്കാണ് ക്ലിയർ ചെയ്തത്. അങ്ങനെ അന്ന് തന്നെ എല്ലാം ചെയ്ത് ഏപ്രിൽ 4-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വരികയായിരുന്നു. ഞാൻ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു. ഞാൻ വിചാരിച്ച എൻ്റെ അതേ ഡൊമൈനിൽ അതേ സാലറിയിൽ കുറച്ചുകൂടെ നല്ല കമ്പനിയിൽ മാനേജർ പോസ്റ്റിൽ മാതാവ് എനിക്ക് ജോലി വാങ്ങി തന്നു. എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എന്നെ കൈവിടത്തില്ല എന്ന്. എന്നെ ഇതുവരെ കൈവിട്ടിട്ടില്ലായിരുന്നു എൻ്റെ മാതാവും എൻ്റെ ഈശോയും ഇപ്പോഴും കൈവിടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എന്നോട് അത്ഭുതം പ്രവർത്തിച്ച എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല.
അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഭവിച്ചു. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും മാതാവ് എല്ലാം വാങ്ങി തരട്ടെ. ഞാൻ ഉടമ്പടി എടുത്ത ആദ്യ നാൾ എനിക്ക് ഇവിടുന്ന് പത്രം തന്നു വിട്ടായിരുന്നു. അത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കും അറിയില്ലായിരുന്നു. കാരണം എവിടെ കൊണ്ടുപോയി കൊടുക്കുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മാതാവ് തന്നെ പറഞ്ഞു, നീ കുറച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നീ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യണം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. അങ്ങനെയാണ് ഞാൻ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ആദ്യപടിയായിട്ട് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി പത്രം കൊടുത്തു. അതേപോലെ തന്നെ ഡയാലിസിസിന് പൈസ കൊടുത്തു. വന്ന എല്ലാവരോടും കാരുണ്യമായിട്ട് പ്രവർത്തിച്ചു. എല്ലാ ആഴ്ചയും 2 ഡയാലിസിസിന് പൈസ കൊടുക്കുന്നത് ഞങ്ങൾ ശീലമാക്കി. അത് ഞങ്ങൾ വീണ്ടും തുടരാനായിട്ട് പ്രതിജ്ഞയെടുത്തു. അതേപോലെ തന്നെ ഞാൻ വളരെ എൻ്റെ ആദ്യത്തെ സാലറി ഞാൻ പഠിക്കാൻ കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയുടെ പഠനത്തിന് വേണ്ടി കൊടുത്തേക്കാമെന്ന് മാതാവിനോട് നേർച്ച തീർന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മാതാവിനോട് വാക്ക് നൽകി. ഉറപ്പായിട്ടും ഞാനത് പിന്നെ അതേപോലെ തന്നെ ഞാൻ 3 മാസത്തിൽ കൂടുതൽ അങ്ങനെയൊക്കെയായിരുന്നു കുമ്പസാരിക്കാറ്. തെറ്റ് ചെയ്യാനൊരു അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെങ്കിലും എന്നാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ഈ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കണമെന്ന് പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാപങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാനും കൂടുതലായിട്ട് കുമ്പസാരിക്കാനും എപ്പോഴും കുർബാന കൊള്ളാനും ഈശോയോട് എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നെ തന്നെ ബലിയർപ്പിക്കാൻ ഉള്ള എല്ലാ അനുഗ്രഹവും എനിക്ക് തരണമേ, അതിനുള്ള പ്രാപ്തി എനിക്ക് തരണമേ എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു.